എനിക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാക്കിയ ഒരു കാഴ്ച ഞാൻ കണ്ടു. എനിക്കറിയാവുന്ന ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ ഹൈവേയിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് അവർക്ക് ഒരു പേഴ്സ് കിട്ടി. അവരെ തുറന്നു നോക്കി ബാഗിൻ്റെ അകത്തേക്ക് തിരികെ കയറ്റിയിട്ട് അവരിങ്ങ് പോരുന്നു. ഞാൻ ഈ ആരാധന ഈ പ്രാർത്ഥനയുടെ ശുശ്രൂഷ സമയത്ത് മുഴുവനും അവരുടെ പുറകിലിരുന്നു. അവരിതുകൊണ്ട് നേർച്ചപ്പെട്ടിക്കൊണ്ട് ഇടുമെന്നൊക്കെ അറിയാനാണ് ഞാൻ നോക്കിയത്. അച്ഛാ, ഞാൻ അവരോട് നേരിട്ട് തുറന്ന് പറയണോ? നിങ്ങളെടുത്ത ആ പേഴ്സിലിരിക്കുന്ന രേഖകളോ പണമോ, ID കാർഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആ പേഴ്സിനകത്ത് കാണും. അത് നഷ്ടപ്പെട്ട ആളുടെ മനസ്സിന്റെ വേദന അറിയണമെങ്കിൽ നിനക്ക് വിലപ്പെട്ടത് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നീ ഒന്ന് അറിയണം. നിന്റെ ആത്മാവിനും കൂടെ ഹാനികരമാകുകയാണ് നീ ഈ പേഴ്സിലുള്ള പണമോ ഒക്കെ എടുക്കുമ്പോൾ. എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ അവർ പിരിഞ്ഞു പോയിട്ടില്ല, അവരിവിടെ ഉണ്ട്, അച്ഛൻ ഇടപെടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെ കൂട്ടിക്കൊണ്ടു വന്ന് ആദ്യം തന്നെ നേരിട്ട് സംസാരിക്കുക വരാന്തയിൽ നിന്ന്. എന്നിട്ട് അവരെന്ത് പറയുന്നു എന്ന് കേട്ടതിന് ശേഷം അവർ പശ്ചാത്തലപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം. അവരോട് ചോദിച്ചു, നിങ്ങളെ വഴിയിൽ നിന്നൊരു പേഴ്സ് കിട്ടിയത് എടുക്കുന്നത് ഞാൻ കണ്ടു, അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുവരെ ഞാൻ തുറന്ന് നോക്കിയില്ല, എന്നാൽ തുറന്ന് നോക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുണ്ട്, ID പാസ് ഉണ്ട്, ആധാർ കാർഡുണ്ട്, അതുപോലെ തന്നെ 3500 രൂപയുണ്ട്, 500 നോട്ട്, പിന്നെ കുറച്ച് ചില്ലറ നോട്ടുകളുമുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ആ പണം എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചു? അപ്പോൾ ഇവർ പറഞ്ഞത്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇട്ട് തന്നതാണെന്നാണ്. ഈ 50 അറിയാമ അവർക്ക് അർഹതപ്പെടാത്തത് കൈവശമാക്കുമ്പോൾ അറിഞ്ഞിരിക്കണം, എനിക്ക് ദൈവം തരാത്തത്, ദൈവം അനുവദിക്കാത്തത്, ദൈവം ആശീർവദിക്കാത്തത് അത് പിശാച് തരുന്നതാണ്. അതിലൂടെ പൈശാചികത നമ്മിലേക്ക് വരും. 1 രൂപ പോലും നമുക്ക് ദൈവം തരാത്ത നമുക്ക് വേണ്ട. അങ്ങനെയുള്ള പാപത്തിലൂടെ നേടുന്നത് നമ്മുടെ കൈവശിരിക്കും. ഇങ്ങനെയുള്ള ചില പാപങ്ങൾ രൂഢമൂലമായി കിടക്കുന്ന ചില പാപങ്ങളായിരിക്കാം വലിയ പാപത്തിനും നാശത്തിനും കാരണമാകുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.